അതുകൊണ്ടല്ലേ ദൈവം പറഞ്ഞത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനാകുവീൻ എന്നുള്ള ആഹ്വാനം. കാരണം അവർ വഹിക്കുന്ന ഒരു നാമം, അത് ദൈവത്തിൻ്റെ നാമമാണ്. ഞാനിത് ദൈവമക്കളോട് ഞാൻ വളരെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തോട്ടെ. നമ്മളോ? കാൺവീൻ നാം ആരുടെ മക്കളാ? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇതെന്റെ സഹോദരനാണ്, ഇവരെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്ന നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? Am I becoming an insult to God's name? ദൈവനാമത്തിന് അപമാനമായിട്ടാണോ ഞാൻ തീരുന്നത്? ശക്തമായ പ്രസംഗമാണ്, പക്ഷെ പ്രസംഗത്തെ പിന്താങ്ങുന്ന അല്ലെങ്കിൽ അതിനെ ബാക്ക് ചെയ്യുന്ന ജീവിതമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ഇന്ന് എനിക്ക് വളരെ ശക്തമായിട്ട് പ്രസംഗിക്കാം, പക്ഷെ അതേപോലത്തെ ജീവിതം ഇല്ലെങ്കിൽ പിന്നെ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? There is no use. പണ്ടാരോ ഒരു മോള് പറഞ്ഞതുപോലെ, പപ്പ ചർച്ച് മേ ദൂത് ഹേ ഘർ മേ ആയേഗാ തോ ഭൂത് ഹേ. ചർച്ച് ഭയങ്കര ദൂതനാ, പക്ഷെ വീട്ടിൽ വന്നാ പിന്നെ പുള്ളിയുടെ മേൽ എന്തുവാ? ഭൂതമാണ്. പ്രസംഗം കൊള്ളാം, പക്ഷെ ഇവിടെ പറയാ ദൈവനാമത്തിന് അപമാനം വരുത്തുന്നതൊന്നും വരരുത്. ഞാൻ പറഞ്ഞോട്ടെ, ഇതൊരു യുദ്ധമാണ്, ഇതൊരു പോരാട്ടമാണ്. എന്തുവാണെന്നറിയാമോ? ദൈവനാമത്തെ നമ്മളുടെ കുടുംബ ജീവിതത്തിൽ കൂടെ, നമ്മുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്നിടത്ത് വിശ്വസ്തത പുലർത്താൻ പറ്റാതെ കളങ്കപ്പെടുത്താൻ, നമ്മളെ അപമാനിക്കാൻ, അക്യൂസ് ചെയ്യാൻ നോക്കി നിൽക്കുന്നവരുണ്ട്. അതിന്റെ മധ്യത്തിൽ ജീവിക്കാൻ ദൈവകൃപ ആവശ്യമാ. എൻ്റെ കുടുംബജീവിതം ദൈവത്തിന് അപമാനമാകാതെ, എൻ്റെ ജോലി, എൻ്റെ ശുശ്രൂഷ സുവിശേഷത്തിന് അപമാനമാക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വരരുതെന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ തലമുറകളോടുള്ള ബന്ധത്തിലും പ്രാർത്ഥിക്കണം. കർത്താവേ, വളർന്നു വരുന്ന എൻ്റെ മകൻ, എൻ്റെ മകൾ, അവര് ദൈവനാമത്തിന് അപമാനമാകുന്ന ഒന്നിലും അവര് പിടിക്കപ്പെടാതെ അങ്ങയുടെ വചനത്തിൽ അവരെ തന്നെ സൂക്ഷിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പല സ്ഥലങ്ങളിൽ പഠിക്കുന്ന മക്കൾ നമുക്കില്ലേ? പല ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന മക്കൾ നമുക്കില്ലേ? ദൂരത്തായിരിക്കുന്നവരുമില്ലേ? നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കാരണം അവിടെ അവർ വീണാൽ നമ്മുടെ പ്രസംഗവും പിന്നെ പോകും, നമ്മുടെ കൂട്ടായ്മയും പോകും. അതിലുപരിയായി നമ്മൾ വഹിക്കുന്ന ഒരു നാമമുണ്ട്, അത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമമാണ്. അതിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരെന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ആഗ്രഹമായി നിൽക്കട്ടെ, അത് നമ്മുടെ പ്രാർത്ഥനയായി നിൽക്കട്ടെ.